എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന സെറീന ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ മുൻ പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്ന ശ്രീ ജോൺസൺ ജോസഫ്, അദ്ദേഹം ഇപ്പോൾ GPDC മീനങ്ങാടിയുടെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഒക്കെ ഇടപെടലുകൾ നടത്തിയിട്ടാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നറിയാം. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി ശ്രീ ജോൺസൺ സാറിനെ ഞങ്ങളുടെ ഇവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മേപ്പാടി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ജവഹരി BS, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ആളുകളാണ്, ഒരുമിച്ച് പ്രിൻസിപ്പൽമാരായവരാണ്. വയനാട്ടിലെ 3 പോളിടെക്നിക് കോളേജിലും ഇപ്പോൾ ഒരുമിച്ച് പ്രിൻസിപ്പളായ ആളുകളാണ് ഉള്ളത്. അദ്ദേഹവും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ മനു കുഴുവേലി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് നിരവധി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മനു കുഴുവേലിന് ദ്വാരക പോളിടെക്നിക്കിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ MK ജോർജ് മാസ്റ്റർ, അദ്ദേഹവും എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ കുര്യാക്കോസ് മുള്ളൻമട, അദ്ദേഹവും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ MT ഇബ്രാഹിം, അദ്ദേഹവും ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ AP കുര്യാക്കോസ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ കോളേജിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ളത് നമ്മുടെ ജോബിൻ ബെർണാഡ്, PTA വൈസ് പ്രസിഡന്റ്. PTA എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിന്റെയും ബാക്ക് ബോണാണ്, നട്ടെല്ലാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പലപ്പോഴും ഏതെങ്കിലും രീതിയിൽ സർക്കാരിൽ നിന്ന് വൈകുന്ന ഒരു സാഹചര്യം വന്നാൽ PTA ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് പറഞ്ഞാലും അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന PTA ആണ് നമുക്കുള്ളത്. PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജോബിൻ ബെർണാഡിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സഹോദര സ്ഥാപനം ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട്, അവരുടെ ദാനമാണ് നമ്മുടെ 5 ഏക്കർ സ്ഥലം. തീർച്ചയായും ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും അവരെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ടീച്ചേഴ്സിനെ പ്രതിനിധീകരിച്ച് ടീച്ചർ സൂപ്രണ്ട് ശ്രീ മനോജ് PP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മനോജ് PPക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിലെ ജനറൽ കൺവീനർ ഇവിടുത്തെ HOD-ആയ കരുണാകരൻ BN ആണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാത്തിനും ഉപരി ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ അല്ല, അത് വിദ്യാർത്ഥികളുടെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അത് ഉണ്ടായി വരുന്നു. ഈ സ്ഥാപനം ഇപ്പോൾ ഇവരുടെ കയറി വന്നപ്പോഴൊക്കെ പറഞ്ഞു, എത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥാപനം സൂക്ഷിച്ചിരിക്കുന്നത്. സാധാരണ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെല്ലുന്നത് പോലെയല്ല ഇവിടെ കയറിക്കൊണ്ടുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് ഇവിടെ പലരും പങ്കെടുത്തു. ചെയർമാൻ കോളേജ് യൂണിയനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ചേർന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ PWD പൊതുമരാമത്ത് വിഭാഗം, അദ്ദേഹം ആണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെല്ലാവരും തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റമാക്കി സ്വാഗതം ചെയ്തു. സജിത് P, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു.
ശ്രീ വിനോദ് കോട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. PRDയിൽ നിന്നുള്ള വ്യക്തിത്വമുണ്ട്. അങ്ങനെ നമ്മുടെ പത്രക്കാരെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. നല്ല രീതിയിൽ തന്നെ പത്രക്കാരെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളേജിനെ കുറിച്ച് വയനാട്ടിൽ നല്ലൊരു അവയർനെസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ രക്ഷിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സമ്മാനം വാങ്ങാനായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്. അവരെല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ ഒരു പ്രധാന വ്യക്തിത്വമാണ് ശ്രീ ജസ്റ്റിൻ ബേബി മാസ്റ്റർ. അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇതിൻ്റെ ആദ്യത്തെ മെയിൻ ബിൽഡിംഗ് നിർമ്മാണ ഘട്ടം മുതൽ ഇതിൻ്റെ ഓരോ സമയത്തും വേണ്ട ഇടപെടലുകൾ നടത്താൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ ജസ്റ്റിൻ ബേബി സാർ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ കുട്ടികളെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ ഇന്നലെ രാത്രി 10 മണി 12 മണി വരെയാണ് ഈ കോളേജിൻ്റെ ഈ ഓഡിറ്റോറിയം ഒരുക്കുന്നതിനും ഒക്കെയായിട്ട് അധ്യാപകരും കുട്ടികളും ചേർന്ന് പ്രവർത്തിച്ചത്. അധ്യാപകരില്ലാതെ നമുക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. തീർച്ചയായും നല്ല കെട്ടുറപ്പുള്ള ഒരു ടീം വർക്കാണ് ഈ കോളേജിൽ ഇപ്പോൾ നിലവിലുള്ളത്. ആ അധ്യാപകരെ എല്ലാവരെയും ഞാൻ കോളേജിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സകല സൗകര്യം ഒരുക്കി തരുന്നതിനും നിസ്തുലമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രിയും മാനന്തവാടിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ OR കേളു സാറെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ഘാടക കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു ഈശ്വരൻ, ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പാൾ ശ്രീമതി ജു, അതോടൊപ്പം തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയങ്ക ഗാന്ധി MP, നമ്മുടെ കടവ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗിരിജ സുധാകരൻ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന AIC സബ്ജക്ട് ജില്ലാ ഡിവിഷണർ ജെൽസൺ പൂപ്പുകര, ബ്ലോക്ക് മെമ്പർ മനോജ് മുത്തറ, ശ്രീമതി സെലീന, ജോസഫ്, ജവഹർലാൽ, ശിവി കൃഷ്ണൻ, മനോ ഗുരുവേലി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും മറ്റ് ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഈ കെട്ടിടം നമ്മുടെ കോളേജിനെ സമർപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2014 അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് വയനാട് ജില്ലയ്ക്കും പ്രത്യേകിച്ച് മാനന്തവാടിക്കും ഒരുപാട് പദ്ധതി
അനുവദിക്കുകയും അത് ആവിഷ്കരിച്ച് നമ്മൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ലക്ഷ്യം വെക്കുന്നത് ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വയനാട് പുറകിലാണ്, വയനാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്തുമാവട്ടെ, എന്നാലും അതിനൊക്കെ പരിഹാരം കാണുന്ന രീതിയിലാണ് വയനാടിൻ്റെ വികസനം ഈ ഗവൺമെൻറ് പറയുന്നത്. രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് രാഷ്ട്രീയമല്ല. ഓരോന്നും നമുക്ക് എടുത്തു പറഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഉണ്ടാവണം. അപ്പോഴല്ലേ നമ്മുടെ വയനാടിൻ്റെ ഈ പുറകിലുള്ളതിനെ മുമ്പോട്ട് കൊണ്ടുവന്ന് സാധിക്കും. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മളിപ്പോൾ 6 മാസം 50 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയത് വയനാട്ടിൽ നിന്നാണ് 2 കുട്ടികളെ ഉള്ളൂന്നാണ്. ബാക്കിയെല്ലാം ഇതര സംസ്ഥാനവും അന്യ ജില്ലയുമാണുള്ളത്. അവർ വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ വയനാട്ടിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ സ്വപ്നം കാണുന്നു. അങ്ങനെ ഡോക്ടർമാരുണ്ടാകുമ്പോഴാണ് വയനാടിൻ്റെ പിന്നോക്കാവസ്ഥ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. തൊട്ടടുത്ത് നമ്മൾ നേഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നു. ഒരു വർഷം 60 കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. 3 വർഷം പിന്തുടരുന്നു. അത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കുട്ടികൾ വയനാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ വയനാട്ടിൽ ഒരുപാട് നഴ്സുമാരുണ്ടാകുന്നു. ഇപ്പോൾ വെള്ളമുണ്ട നമ്മൾ പോളിടെക്നിക് അല്ല മറ്റേ IT കോളേജ് കൊണ്ടുവന്നു. അതിൻ്റെ കുറച്ച് കുട്ടികൾ വയനാട്ടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പോളി കൊണ്ടുവന്നു. പോളി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആശയവും കാഴ്ചപ്പാടൊന്നും ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്ന് കുറേ എഞ്ചിനീയർമാരുണ്ടാകട്ടെ. കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും മെക്കാനിക്കൽ എഞ്ചിനീയർമാരും ഇങ്ങനെ ഒരുപാട് എഞ്ചിനീയർമാരും വയനാട്ടിൽ ഉണ്ടാകട്ടെ. അല്ല, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നത് വയനാട്ടിലെ ഉദ്യോഗാർത്ഥികളെ വളർത്തിയെടുക്കാനും അങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് അവരെയൊക്കെ വിവിധ മേഖലകളിൽ എത്തിച്ചുകൊണ്ട് വയനാടിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ശക്തിപ്പെടുത്തിക്കൊണ്ട് വയനാടിൻ്റെ ഈ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അവസാനമായിട്ടിപ്പോൾ അല്ലേ ഈ തുരങ്കപാത വരുന്നു. തുരങ്കപാത എല്ലാവർക്കും തമാശയായിരിക്കും. പക്ഷെ തുരങ്കപാത തമാശയുള്ളത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ തുരങ്കപാത വരുന്നതിൽ വളരെ സന്തോഷിക്കുന്നതാണ് വ്യക്തിപരമായിട്ട്. ഇതൊക്കെ വന്നതിലും വളരെ വ്യക്തിപരമായി സന്തോഷിക്കുന്നതാണ്. നമ്മളൊക്കെ ഉള്ള കാലത്ത് അല്ലേ, നമ്മളൊക്കെ MLA ആയി ഇരിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ വയനാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഇത്. തുരങ്കപാത ഏകദേശം 9 കിലോമീറ്ററാണ് കേട്ടോ തുരങ്കപാത എന്നത്. ഈ 9 കിലോമീറ്റർ വരുന്ന ഈ തുരങ്കപാത ഇവിടെ പൂർത്തിയായാൽ ഈ തുരങ്കപാത കാണാൻ വരുന്ന ആൾക്കാരെ കൊണ്ട് ഈ വയനാട്ടിൽ നിറയുന്നതാണ് എൻ്റെ ഒരു സങ്കല്പം. ടൂറിസ്റ്റുകാരെ കൊണ്ട് വയനാട് നിറയും. അപ്പൊ അങ്ങനെയും വയനാടിന്റെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഗവൺമെന്റ് അവസാനം വരുമ്പോൾ എയർ സ്ട്രിപ്പ് അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ ഒരു എയർ സ്ട്രിപ്പ് കൂടി വേണം. അതിന്റെ കാറ്റും ദേശീയമൊക്കെ നോക്കി അതിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് കാലത്ത് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സ്ഥാപനങ്ങൾ വയനാട് ജില്ലയിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റ് ജില്ലകളോടൊപ്പം മറ്റ് സംസ്ഥാനത്തോടൊപ്പം നമ്മുടെ വയനാട് ജില്ലയെ മാറ്റിമറിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത്. ഞാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 2016 ഇവിടെ പൊളിറ്റിക് അനുവദിക്കുകയും പ്രാഥമികമായി പ്രവർത്തനം ആരംഭിക്കുകയും എത്ര പെട്ടെന്നാണ് ഈ കെട്ടിടം ഇങ്ങനെയൊക്കെ പൂർത്തിയായിട്ട് സംബന്ധിച്ച് ഒരു ശരിക്കും പറഞ്ഞ സ്വപ്നം കണ്ടല്ലേ അല്ലേ? എത്ര മനോഹരമായിട്ടുള്ള കെട്ടിടം എത്ര വേഗത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലേ ഒരു ഇടപെടൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, നിരീക്ഷണം ശരിയാണെങ്കിൽ, എൻ്റെ ഒബ്സർവേഷൻ ശരിയാണെങ്കിൽ അതോട് കുറ്റപ്പെടുത്താൻ വിചാരിക്കരുത്. നമ്മുടെ ഗവൺമെന്റ് വിജ്ഞാന കേരളം എന്നൊരു പദ്ധതിക്ക് തുടങ്ങി കുറിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥി, നമുക്കൊരു ജോലിയും വരുമാനം ഇല്ലാതെ ഈ ലോകത്ത് എങ്ങനെ പിടിച്ച് പുറത്ത് സാധിക്കണം? എല്ലാ തങ്ങന്മാരും തള്ളന്മാരും വേദവാനിച്ച് സൂചിച്ച് വെച്ചിട്ടുണ്ട് നോക്കില്ല, എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും മാതാപിതാക്കൾ ചിലപ്പോൾ അതിനൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരിക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ നന്നായി പഠിച്ച് അല്ലേ, നന്നായി പഠിച്ച് ഫസ്റ്റ് മാർക്ക് മേടിച്ച് ഏതെങ്കിലും ഒരു ജോലിയിൽ എത്തിപ്പെടണ്ടേ? അവിടെ ഒരു വരുമാനം ഉണ്ടാക്കണ്ടേ? ഈ കാലത്ത് എങ്ങനെയാണ് ജീവിക്കുക? എന്നിട്ട് എല്ലാവർക്കും പറയുന്നത് എല്ലാവരും ഇവിടെ പഠിച്ചാൽ മതി, എന്നിട്ട് എല്ലാവരും വിദേശത്ത് പോകാം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ രാജ്യത്തും ഇപ്പോൾ സ്വദേശിവൽക്കരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് തമാശയല്ല. ഇപ്പോൾ അവസാനമായിട്ട് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ എടുത്ത നടപടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അന്യ രാജ്യങ്ങളൊക്കെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളത് മാത്രം വന്നാൽ ബാക്കിയെല്ലാവരും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിക്കൂടുക. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ആ സ്വദേശിവൽക്കരണം എടുത്തു കഴിഞ്ഞു. അവിടെ ഈ ജോലിയും മറ്റു കാര്യങ്ങളും ആ രാജ്യത്തെ ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തുള്ള രാജ്യക്കാർക്ക് കൊടുക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് പുറത്തു പോയിക്കൊള്ളുക. ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള സ്വദേശിവൽക്കരണം ലോക രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ പോലെയൊന്നും ഇനി അന്യ രാജ്യത്തേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ്പേസ് ഉണ്ട്, കേരളത്തിൽ സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ലാത്ത വിഷയമൊന്നുമില്ല. കേരളത്തിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പോൾ 50 ലക്ഷത്തിൽ ആൾക്കാർ മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? 50 ലക്ഷത്തിലധികം അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഈ കൊച്ചു കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം ഈ 50 ലക്ഷം തൊഴിലാളികൾ ഈ കേരളത്തിൽ കൊണ്ടുവന്ന പൈസ കണക്കുകൂട്ടി നോക്കി സത്യത്തിൽ ആ സംഖ്യ തികച്ചും ആ തുക തികച്ചും ഈ കേരളത്തിൽ കിടന്ന് കറങ്ങുന്നതല്ല. പുതിയ ആധുനിക ശാസ്ത്ര വിദ്യയും അതിന്റെ ടെക്നോളജിയും ഒക്കെ വികസിച്ച് കഴിഞ്ഞു. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സമസ്ത മേഖലകളിലും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. നമുക്ക് വിദേശത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ നന്നായി പഠിച്ച ആൾക്കാർക്ക് അവസരമുണ്ട്. ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ടെക്നോ പാർക്കുകൾ, IT പാർക്കുകൾ
ഗവൺമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അത് എല്ലാ ജില്ലയിലും വരാൻ വേണ്ടി പോവാണ്. എല്ലാ ജില്ലയിലും വരാൻ വേണ്ടി പോവാണ്. ഒരുപക്ഷെ നമ്മുടെ വയനാട് ജില്ലയിലും ഒരു IT പാർക്ക്. അത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സ്ഥാപനമാണ്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ഒരു നിരീക്ഷണം ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ഇത് കാണുന്നില്ല. എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോവാം. അതെല്ലാം ഇവിടെ മാത്രമല്ല, നമ്മുടെ സ്കൂളിലായാലും ഇപ്പോൾ MBBS-നായാലും നഴ്സിംഗിനായാലും എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ഒരു രീതി, ഇങ്ങനെ ഒരു രീതി വളർന്നു വരുന്നുണ്ട്. മക്കൾ നമ്മുടെ പേര് എങ്ങനെ നമ്മൾ പഠിക്കണമെന്നൊരു താല്പര്യം കാണുന്നത് അത് കുറഞ്ഞു വരികയാണ്. അപ്പൊ അത് വലിയ ഒരു ആപത്തുണ്ടാക്കും നമ്മുടെ സംസ്ഥാനത്ത്. നല്ല ഒരു പഠിച്ച് നല്ല എഫിഷ്യൻസ് ആളുടെ അല്ലെങ്കിൽ എഫിഷ്യൻസ് ആയ ആൾക്കാർക്കാണ് പ്രയോറിറ്റി. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ തന്തയും തള്ളയും ഒരുപാട് കഷ്ടപ്പെട്ട് കടം വാങ്ങി ഇടം വാങ്ങി വിദ്യാഭ്യാസ ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. റീൽസും വാട്സപ്പൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് വിഷയമുണ്ട് സത്യത്തിൽ, അല്ലേ? പഠിക്കണം, റീൽസ് നോക്കണം. ഇങ്ങനെ ഒരു കഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും ബാധിക്കുന്നുണ്ട്. പക്ഷെ പഠനകാലത്ത് പഠിച്ചതേ പറ്റൂ. എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് കിട്ടിയ അവസരം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഈ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് നന്നായിട്ട് പഠിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിച്ചേരുകയും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ന്യൂ ജനറേഷൻ ഉപകരിക്കപ്പെടണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നിർത്തുന്നു. പ്രിൻസിപ്പാൾ ചെറിയ പോരായ്മ ഇല്ലെന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. വെള്ളം നമ്മൾ മറ്റേ കുഴൽക്കിണർ കുടിച്ചെങ്കിലും വെള്ളത്തിൻ്റെ പരിമിതി ഇല്ലെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് മനോഹരമാക്കിയിട്ട് വെള്ളമില്ലെങ്കിൽ എല്ലാം പോയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ പരിശ്രമം ഉണ്ടാവും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷപൂർവ്വം എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടന പരിപാടിയാണ്. നമ്മുടെ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. താങ്ക് യു സാർ. ഈ പരിപാടി
അധ്യക്ഷൻ, ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവരുടെ, വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി MP, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, കലാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായി ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാന്യരെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ കേരളത്തിൽ പ്രായണ ചുരുങ്ങിയ നിലയിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്ന വയനാട് ജില്ലയിൽ ഇന്ന് മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിൽ ഒട്ടേറെ ചുവടുവയ്പ്പുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടെ മാനന്തവാടി സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇന്ന് നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വ്യത്യസ്ത പദ്ധതികൾ, അതായത് ലൈബ്രറി ആൻഡ് ലബോറട്ടറി അനക്സ് കെട്ടിടത്തിൻ്റെയും ലബോറട്ടറി കെട്ടിടത്തിൻ്റെയും ക്യാമ്പസ് റോഡിൻ്റെയും ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി വാർത്തെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അഗ്രഗാമികളായി നടക്കേണ്ട, പതാകവാഹകരായി നടക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണനയാണ് സർക്കാരിൻ്റെ കാലത്ത് നൽകിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രയോറിറ്റി സെക്ടറായി നിശ്ചയിച്ചുകൊണ്ട് കാര്യമായ ബഡ്ജറ്ററി അലോക്കേഷൻസ് ഈ മേഖലയിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞ 4 വർഷക്കാലം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 4 വർഷം 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റത്. അതിൽ 2000 കോടിയിൽ പരം തുക അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്താണ് അനുവദിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ഇവിടെ മാനന്തവാടി സർക്കാർ പോളിടെക്നിക്കിൽ 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ ഒന്ന് 2,90,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലബോറട്ടറി കെട്ടിടമാണ്. മറ്റൊന്ന് 23,13,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്യാമ്പസ് റോഡാണ്. മൂന്നാമത്തെ പദ്ധതി 2,08,00,000 രൂപ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചും 67,80,000 രൂപ ശ്രീ OR കേളു മിനിസ്റ്ററുടെ MLA ഫണ്ട് ഉപയോഗിച്ചും നിർമ്മാണം പൂർത്തീകരിച്ച ലൈബ്രറി ആൻഡ് ലബോറട്ടറി അനക്സ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഈ 3 നിർമ്മാണ പ്രവൃത്തികളുടെയും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്തർദേശീയ നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഉള്ളടക്കത്തിൻ്റെ ഗുണമേന്മയിൽ വർധനവ് വരുത്തിക്കൊണ്ട് അക്കാദമിക മേന്മ കൈവരിക്കുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റും എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ദിശയിൽ ഊർജ്ജസ്വലതയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം. സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ ആധുനികോത്തര ലോക സാഹചര്യത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകേണ്ടത് എന്ന കാഴ്ചപ്പാട് സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കുകളുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലും അക്കാദമിക ഗുണമേന്മയിലും ശ്രദ്ധ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അഭ്യസന വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനുള്ള അർത്ഥപൂർണമായ നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമാന സ്ഥാപനമായ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ASAP കേരള മാത്രം ധാരാളം 152ഓളം സ്കിൽ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നൽകി വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ തൊഴിൽ പരിചയവും തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താല്പര്യങ്ങളും എല്ലാം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാലമാണ്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന നൂതനാശയങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ധനസഹായം യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന അഭിമാനകരമായ പദ്ധതി പോളിടെക്നിക്കുകളിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്യാമ്പസിലായിരിക്കുന്ന വേളയിൽ തന്നെ ഇൻഡസ്ട്രിയുടെ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്താനും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ കൂടുതൽ പ്രയോഗാധിഷ്ഠിതമായ രീതിയിലുള്ള അധ്യയനം ഉറപ്പാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ കർമ്മ കുശലത വർദ്ധിപ്പിക്കുന്നതിനെല്ലാം നല്ല രീതിയിൽ ഇടപെടൽ നടന്ന 5 വർഷക്കാലമാണ് നാം പിന്നിടുന്നത്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒട്ടേറെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ നമ്മുടെ പോളിടെക്നിക് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായിട്ട് 500-ൽ പരം ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്ററുകൾ ഇന്ന് നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി അക്കാദമിയ ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നാം ലക്ഷ്യമാക്കുന്നത്. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ രീതിയിൽ ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യാലയങ്ങൾ ആ ദിശയിൽ നല്ലതുപോലെ മുന്നേറിയിട്ടുണ്ട്. ANYU പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കുകയും തൊഴിൽ ചെയ്യുകയും ചെയ്യുക എന്ന ആ മുദ്രാവാക്യം പദ്ധതികളുടെ രൂപത്തിൽ നടപ്പാക്കപ്പെടുകയാണ്. ഇതിന് ആനുപാതികമായി നമ്മുടെ പോളിടെക്നിക്കുകളിൽ ഉൾപ്പെടെ പ്ലേസ്മെന്റ് ശതമാനം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായ നേട്ടമായി കരുതുകയാണ്. നിലവിൽ പ്രയോഗാധിഷ്ഠിത സമീപനമുള്ള പോളിടെക്നിക് കലാലയങ്ങളിൽ മികച്ച പ്ലേസ്മെന്റ് ശതമാനമാണുള്ളത്. മിക്കവാറും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളത് ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കരുതുന്നു. സർക്കാർ ഇടപെട്ടുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് നൽകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ തങ്ങളുടെ അഭിരുചിക്കൊത്ത തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. മാനന്തവാടി സർക്കാർ പോളിടെക്നിക്കിന് ഇനിയും ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ക്യാമ്പസ് സമൂഹം ബഹുമാന്യനായ MLA-യുടെ പിന്തുണയോടുകൂടി നന്നായി പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി 3 പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ സുധാകരൻ മാഡത്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഏറെ അഭിമാനവും സന്തോഷവുമായ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ കേളുവേട്ടൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു അവർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ,
അവതരിപ്പിച്ചതിന് ശേഷം ആശംസ പറയാമെന്ന് കരുതിയിരുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണമാണ് 3 മണിക്ക്. അപ്പോൾ അത്യാവശ്യമായി പഞ്ചായത്തിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം കൂടി ഉള്ളതുകൊണ്ടാണ് അതിന് ആശംസ പറയാമെന്ന് കരുതിയത്. നമുക്കറിയാം ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലയിൽ വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും നടത്തപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ വയനാട്ടിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഉള്ള വിദ്യാർത്ഥികൾ വളരെ പരിമിതമാണ്. അതിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആ ഒരു കുറവ് നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരും ഒന്ന് ചേർന്ന് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒന്ന് ചേർന്ന് നമുക്കതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി ഈ മെറിറ്റ് സംവിധാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ വയനാട്ടിലെ വിദ്യാർത്ഥികൾ വളരെ പരിമിതമായി പോവുകയും മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഈ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ്. അതിൽ മെറിറ്റാകുമ്പോൾ മറ്റൊന്നും നമുക്ക് അതിന് പ്രാവർത്തികമാക്കാനും സാധ്യത കുറവുണ്ട്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാർത്ഥികളോടായി പറയുകയാണ്, നമ്മുടെ ഏത് പ്ലസ് ടു കഴിഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ LKG മുതൽ PG വരെ ഈ നമ്മുടെ ഈ എടവൂർ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കാരക്കുരി അവിടെയൊക്കെയുള്ള സെൻറ്ററുകളിലൊക്കെ നമ്മുടെ വയനാട്ടിലെ വിദ്യാർത്ഥികൾ വളരെ പരിമിതം തന്നെയാണ്. അപ്പം അത് ഒന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം കൂടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ സംസാരിക്കുന്നില്ല. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത 2 ലൈബ്രറിയും അതുപോലെ തന്നെ ലബോറട്ടറി ഉൾപ്പെടെ ഇതിൻ്റെ സാങ്കേതിക റോഡ് ഉൾപ്പെടെ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ പിന്നിലുണ്ടായിരുന്ന എല്ലാവരെയും ബഹുമാന്യായ മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു, പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു, നമ്മുടെ ദ്വാരകയിൽ നിന്ന് ഈ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഏതാണ്ട് 5000-ഓളം കുട്ടികൾ ഈ പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ അവർക്ക് റോഡിൻ്റെ പ്രശ്നം വളരെ പരിമിതമാണ്. നമുക്കറിയാം, ദ്വാരകയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് അവർക്കൊരു അവിടെ ഒരു തോട് ഒരു പുഴ പോലെ വലിയ ശക്തമായ മഴയൊക്കെ ഉള്ളപ്പോൾ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം വരെ അവിടെയുണ്ട് നമ്മുടെ ഹൈസ്കൂൾ റോഡിന്. അപ്പോൾ അത് പ്രസിഡന്റായി മുതലേറ്റ ആ കാലയളവിൽ തന്നെ എനിക്ക് അതിന് വിദ്യാലയങ്ങളിൽ നിന്ന് എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും എനിക്ക് പ്രത്യേകം നിവേദനങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭരണസമിതി അത് പ്രത്യേകം ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഒരു വാർഡ് വൈസ് എന്ന രീതിയിൽ ഉൾപ്പെടാതെ പഞ്ചായത്തിൻ്റെ പൊതുവായി തന്നെ ഏതാണ്ട് 40 ലക്ഷം രൂപ ഈ റോഡുകൾക്കായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ ചെയ്തു വരുമ്പോൾ ഈ 40 ലക്ഷം രൂപ തികയാൻ പോകുന്നില്ല. എന്നാലും അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലയളവിൽ ഇവിടെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയുണ്ട്. ഈ കാലയളവിൽ ഈ റോഡിൻ്റെ പ്രവൃത്തികൾ വളരെ മനോഹരമായി എല്ലാവിധ സൗകര്യത്തോടും പൂർത്തീകരിക്കാൻ സാധിക്കും. തുടക്കം 40 ലക്ഷം എന്ന രീതിയിൽ ഈ മാർച്ച് മഴക്കാലം കഴിഞ്ഞ ഉടനെ അതിൻ്റെ സാങ്കേതിക അനുമതികളൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് ആ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പേരിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു മാഡം. അടുത്തതായി റിപ്പോർട്ട് അവതരണത്തിനായി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ സജിത് P സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാനന്തവാടി MLA മന്ത്രിയുമായ ശ്രീ OR അവർ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ഡോക്ടർ R. ബിന്ദു അവർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ സുധാകരൻ അവർ, അതുപോലെ മറ്റ് വിശിഷ്ട മെമ്പർമാരെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, കുട്ടികളെ,
കലാ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ, നമുക്കറിയാം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 6 കോടി രൂപയുടെ 4 പ്രോജക്റ്റുകളാണ് ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്നത്. ബഹുമാനപ്പെട്ട എം.എൽ.എ ഇവിടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് നമുക്ക് ലഭ്യമായ 4 പ്രോജക്റ്റുകൾ വളരെ സമയബന്ധിതമായി തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കലാകാരന്മാർ നമ്മളോടുകൂടി തീരുമാനങ്ങളുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഓരോ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട ORWയുടെ 2017-18 ആസ്തികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാനന്തവാടി പോളിടെക്നിക് കോളേജിലെ ലൈബ്രറി ആൻഡ് ലബോറട്ടറി അനക്സ് കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയുടെ നിർമ്മാണത്തിനായി 22/5/2017 ഉത്തരപ്രകാരം 67.88 ലക്ഷം രൂപയുടെ ഭരണാനുമതി തുടർന്ന് അതിന് സാങ്കേതിക അനുമതി ലഭിക്കുകയുണ്ടായി. തുടർന്ന് പ്രവൃത്തി ടെൻഡർ ക്ഷണിക്കുകയും M. മുഹമ്മദ് കുഞ്ഞി എന്ന കരാറുകാരൻ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുകയും എഗ്രിമെന്റ് വെച്ചതിന് ശേഷം 18 മാസത്തെ പൂർത്തീകരണ കാലാവധിയോടുകൂടി പ്രവൃത്തി ഏറ്റെടുക്കുകയും 1/10/2019 എന്ന പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർത്തീകരിച്ച ലൈബ്രറി ബ്ലോക്കിന്റെ താഴത്തെ നിലയ്ക്ക് 371.84 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണുള്ളത്. അതിൽ 4 ക്ലാസ് റൂമുകൾ, സ്റ്റെയർ റൂം, ടോയ്ലറ്റ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യം പൂർത്തീകരിച്ച പദ്ധതി. തുടർന്ന് രണ്ടാം ഘട്ടമായി 2022-23 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അതിന് മുകളിൽ 1-2 നിലകൾ പൂർത്തീകരിക്കുന്നതിനായി 12/5/2022 ഉത്തരവുപ്രകാരം 2.8 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ സാങ്കേതിക അനുമതി നൽകുകയും പ്രവൃത്തി കരാർ ഏർപ്പെടുകയും പ്രവൃത്തിയുടെ ദർഘാസനം ക്ഷണിക്കുകയും ശ്രീ PM അഷ്റഫ് എന്ന കരാറുകാരൻ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുകയും പ്രവൃത്തി ഏൽപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത പ്രവൃത്തി 19/1/2025 പൂർത്തീകരിക്കുകയും ചെയ്തു. പൂർത്തീകരിച്ച കെട്ടിടത്തിൽ അതിൻ്റെ 1ാം നിലയിൽ 4 ക്ലാസ് റൂമുകൾ, സ്റ്റെയർ റൂം എന്നിവ, 2ാമത്തെ നിലയിൽ 2 ലൈബ്രറി ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. തുടർന്ന് 3ാമത്തെ പ്രവൃത്തിയായി 2020-21 സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലബോറട്ടറി ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിനായി 22/1/2021 തീയതിയിലെ സാമ്പത്തിക അനുമതി നമ്പർ പ്രകാരം 2.90 ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി. പൊതുമരാമത്ത് കെട്ടിടങ്ങൾ ചീഫ് എഞ്ചിനീയർ തന്നെയാണ് അതിനും സാങ്കേതിക നൽകിയത്. തുടർന്ന് പ്രവൃത്തിക്ക് ദർഘാസനിക്കുകയും അജീടി എബ്രഹാം എന്ന കരാറുകാരൻ ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് രേഖപ്പെടുത്തുകയും തുടർന്ന് 14 മാസത്തെ പൂർത്തീകരണ കാലാവധിയോടുകൂടി അഗ്രിമെന്റ് വെച്ച് സ്ഥലം കൈമാറുകയും ചെയ്തു. പ്രസ്തുത പ്രവൃത്തി 9/12/2025 പൂർത്തീകരിച്ചത്. അതിന് നമുക്ക് 860.4 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണുള്ളത്. ഈ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ 4 ലാബ് റൂമുകൾ, സ്റ്റെയർ റൂം, ടോയ്ലറ്റ് എന്നിവയും 1ാമത്തെ നിലയിൽ 1 ഹാള്, 2 ലാബ് റൂം, സ്റ്റെയർ റൂം, ടോയ്ലറ്റ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ക്യാമ്പസ് റോഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി 2024 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി CGPS റോഡ് നിർമ്മാണത്തിനായി 23,13,000 രൂപയുടെ അനുമതി ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം കൽപ്പറ്റ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സാങ്കേതിക അനുമതിയും നൽകിയത്. പുസ്തക പ്രവൃത്തി സന്തോഷ് മാത്യു എന്ന കരാറുകാരൻ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുകയും തുടർന്ന് പ്രവൃത്തി ഏറ്റെടുക്കുകയും 6 മാസത്തെ പൂർത്തീകരണ കാലാവധിയോടുകൂടി തന്നെ പ്രവൃത്തി ഏറ്റെടുക്കുകയും പുസ്തക പ്രവൃത്തി അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 114 മീറ്റർ നീളത്തിലുള്ള റോഡാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചത്. ഇത്തരത്തിലുള്ള 4 പ്രവൃത്തികളാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പൂർത്തീകരിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബിന്ദു അവർക്കും പ്രവൃത്തിക്ക് വേണ്ടി ഭരണാനുമതി ലഭ്യമാക്കിയ ബഹുമാനപ്പെട്ട പട്ടികജാതി ഭിന്നപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കെ അവർക്കും കൂടാതെ പ്രവൃത്തിയുടെ സാക്ഷാത്കാരത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവ അധികാരികൾക്ക് തുടർന്ന് കോൺട്രാക്ടർമാരായ CPM M. മുഹമ്മദ് കുഞ്ഞി, ശ്രീ PM അഷ്റഫ്, ശ്രീ അജീടി എബ്രഹാം, ശ്രീ സന്തോഷ് മാത്യു എന്നിവർക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും കോളേജ് അധികൃതർക്കും PTA ഭാരവാഹികൾക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും പൊതുമരാമത്ത് വകുപ്പിലെ നസീമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാനിരുന്ന വയനാട് MP ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ്. എന്നാൽ ഒഴിവാക്കാനാകാത്ത ചില പരിപാടികളുണ്ടായതിനാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും MP നേർന്നിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ കോളേജ് വന്ന് സന്ദർശിക്കാമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്തതായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടങ്ങളുടെയും റോഡിന്റെയും പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണ്.
PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ സജിത് പി, ഓവർസിയർ എന്നിവരെ കോളേജ് PTA-യും വിദ്യാർത്ഥികളും നൽകുന്ന സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരങ്ങൾ നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ലബോറട്ടറി ബ്ലോക്ക് കോൺട്രാക്ടർ ശ്രീ അജി ടി എബ്രഹാം തണ്ടേക്കാടിനെ PTA-യും വിദ്യാർത്ഥികളും നൽകുന്ന സ്നേഹാദരവും പൊന്നാടിയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ലബോറട്ടറി ബ്ലോക്ക് കോൺട്രാക്ടർ ശ്രീ അജി ടി എബ്രഹാം തണ്ടേക്കാടിന് പൊന്നാടി അണിയിക്കുന്ന ചടങ്ങാണ്. പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ. കോളേജ് ക്യാമ്പസ് റോഡിന്റെ PWD കോൺട്രാക്ടർ ശ്രീ സന്തോഷ് മാത്യുവിന് ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ശ്രീ സന്തോഷ് മാത്യുവിനെ പൊന്നാടി അണിയിക്കുന്ന ചടങ്ങാണ്. പൊന്നാടി ഏറ്റുവാങ്ങുന്നതിനായി സന്തോഷ് മാത്യു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ഈ കഴിഞ്ഞ സെമസ്റ്റർ പരീക്ഷയിലെ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. പുരസ്കാരം നൽകുന്നതിനായി മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വേദിയിലേക്ക് വരേണ്ടതാണ്. ആദ്യമായി അബ്ദുൽ ഫവർ PA S1 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റഷീദ KA S1 സിവിൽ എഞ്ചിനീയറിംഗ്, കൃഷ്ണേന്ദു ശ്രീദുർഗ S1 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സരിത ജേക്കബ് S3 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഞ്ജന MBK S3 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ജാസ്മിന ഷെറിൻ PT സിവിൽ എഞ്ചിനീയറിംഗ്, നന്ദന MP S5 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അനുഷ മനോജ് KP S5 സിവിൽ എഞ്ചിനീയറിംഗ്, ഡിനു KB S5 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അനുഷ മനോജ് ഈ അവസരത്തിൽ ഇന്റേൺഷിപ്പിന് പോയതിനാൽ മറ്റൊരു അവസരത്തിൽ കൊടുക്കുന്നതായിരിക്കും.
കോളേജ് കലാകായിക മേളയിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണമാണ്. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. കോളേജ് കായിക വിഭാഗം അധ്യാപകൻ അബൂബക്കർ സിദ്ദീഖ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കായികമേളയിലെ വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അരുൺ MS, S4 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വന്ദന CK, S6 സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള സ്റ്റാഫ് ക്ലബ് സമ്മാനിക്കുന്ന എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് സിയാൻ ഹൗസ് ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും സ്റ്റാഫ് കോർഡിനേറ്റേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാമേളയിലെ വ്യക്തിഗത ചാമ്പ്യന്മാരായിട്ടുള്ള ഇസ എലിസബത്ത് S2 സിവിൽ ഫീമെയിൽ വിഭാഗം, അരുൺ MS, S4 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൽ വിഭാഗം എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാമേളയിലെ ചാമ്പ്യന്മാർക്ക് PTA സ്പോൺസർ ചെയ്യുന്ന എവർ റോളിംഗ് ട്രോഫി സമ്മാനിക്കുന്നതിന് വേണ്ടി സർഗം ടീമിന്റെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും സ്റ്റാഫ് കോർഡിനേറ്റേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ടെക്നിക്കൽ മാഗസിൻ മത്സരത്തിന്റെ വിജയികൾക്കുള്ള കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ബിജു MJ സ്പോൺസർ ചെയ്യുന്ന പുരസ്കാര വിതരണമാണ്. സ്ട്രക്ചർ X എന്ന സിവിൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ മാഗസിൻ 1ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സിവിൽ അസോസിയേഷൻ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി കോളേജിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ആണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ IEDC ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ലോഗോ പ്രദർശനവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. വേദിയിലേക്ക് IEDC ക്ലബ് നോഡൽ ഓഫീസർ ശ്രീമതി ടീന മെരിയ സണ്ണി മേഡത്തെയും ക്ലബ് ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ലോഗോ പ്രദർശനവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നത്. വേദിയിലേക്ക് മീഡിയ ക്ലബ് കോർഡിനേറ്റർ ശ്രീ ഗ്രേസ് വോൺ സാറിനെയും മീഡിയ ക്ലബ് ഭാരവാഹികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. മാനന്തവാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആദ്യമായി ഒരു ടെക്നിക്കൽ ഫെസ്റ്റിന് കളമൊരുങ്ങുകയാണ്. അസോസിയേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒരുക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റിവലിന്റെ പേരും തീയതിയും പരിപാടികളും അടങ്ങിയ പോസ്റ്റർ റിലീസാണ് ഇനി. പോസ്റ്റർ റിലീസ് ചെയ്യുന്നതിനായും ഏറ്റുവാങ്ങുന്നതിനായും ഡിപ്പാർട്ട്മെന്റ് HOD, എയ്സിൽ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡന്റ് കോർഡിനേറ്റ്സ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. പോസ്റ്റർ റിലീസ് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. മാർച്ച് 10-ാം തീയതി നടക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഫെസ്റ്റ് രക്ഷയുടെ മാർച്ച് 10-ാം തീയതി നടക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഫെസ്റ്റ് രക്ഷയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക്. ഉദ്ഘാടന ചടങ്ങിലുടനീളം നമ്മുടെ കൂടെ സമയം ചെലവഴിക്കുകയും പുരസ്കാര വിതരണം നൽകുകയും ചെയ്ത മന്ത്രി മറ്റു പരിപാടികളുടെ തെറ്റുകൾ കാരണം വേദി വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന് മാനന്തവാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ ഒരു അവസരത്തിൽ ആശംസകൾ അറിയിക്കുക എന്നതിന് ഉപരി ഇവിടെ വരികയും ഈ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളോട് കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത വർഷത്തോടുകൂടി നമ്മുടെ ഡിപ്ലോമ എഡ്യൂക്കേഷൻ്റെ പുതിയ സിലബസൊക്കെ വരികയാണ്. അതിനനുസരിച്ച് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഇതിനോടൊക്കെ കോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ സാങ്കേതിക മേഖലയും വിദ്യാഭ്യാസവും വളർന്നു വരണം. വളരെയധികം ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള എല്ലാവിധ കഴിവുകളുമുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പോൾ പറഞ്ഞു, വയനാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇവിടെ പഠിക്കുന്നത് പുറത്തുള്ള ജില്ലകളിലുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളാണെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഒരു വികസനം, ഒരു ജില്ലയുടെ വികസനം, അത് എപ്പോഴും ഒരു സംസ്ഥാനത്തിലും നമ്മൾക്കും ജനങ്ങൾക്കൊക്കെ മുതൽക്കൂട്ടാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നന്നായി പഠിച്ച് സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളായിട്ടും വലിയ വലിയ ഓണ്ടർപ്രണേഴ്സൊക്കെ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കോളേജിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി GPTC മീനങ്ങാടിയിലെ പ്രിൻസിപ്പൽ ശ്രീ ജോൺസൺ ജോസഫ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പിന്നെ നമ്മുടെ അധ്യക്ഷ നിർവഹിച്ച നമ്മുടെ ബഹുമാനായ നമ്മുടെ കേൾവട്ടൻ, മറ്റ് വേദികളിൽ നിന്ന് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബിജു സാർ, ജവഹർ സാർ, ബനാരസ് സാർ, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇന്ന്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് നിന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നിങ്ങൾ വന്നപ്പോൾ, നിങ്ങൾക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ നമുക്ക് നല്ലൊരു റോഡ് ഉണ്ടായിരുന്നില്ല. വളരെ ചെളിയും വെള്ളവും ഒക്കെ നടന്ന് നമ്മളെല്ലാം ചെളിയൊക്കെ ചവിട്ടിയിട്ടാണ് ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ട് നല്ലൊരു ക്യാമ്പസ് റോഡ് നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല 2 ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക്, കാരണം സാർ സൂചിപ്പിച്ചതുപോലെ 2026 സിലബസ് പരിശീലിക്കുകയാണ്. അതോടൊപ്പം അതിന് ആവശ്യമായ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 2 ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ ലൈബ്രറി ബിൽഡിങ്ങും നമുക്ക് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം വളരെ ഭാഗ്യമുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ 3 പോളിടെക്നിക്കുകളുണ്ട്. ആദ്യമായി പോളിടെക്നിക്കും ആദ്യത്തെ പോളിടെക്നിക്കും മീനങ്ങാടി പോളിയാണ്. മീനങ്ങാടി പോളിടെക്നിക് 1983 സ്ഥാപിതമായത്. പക്ഷേ അവർക്ക് ബിൽഡിംഗ് ഇല്ലാൻ 1999 വരെ കാത്തിരിക്കേണ്ടി വന്നു. രണ്ടാമത്തെ പോളിടെക്നിക് മേപ്പാടിയാണ്. മേപ്പാടിയിൽ ഇതേ അവസ്ഥയായിരുന്നു. 99 ആരംഭിച്ചത്. പക്ഷേ 2012 അവർക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2016 ഈ സ്ഥാപനം കിട്ടും. ഏതാണ്ട് 8 വർഷത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് വന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള 2 ബിൽഡിംഗ് ഉൾപ്പെടെ നമുക്ക് ഏറ്റവും നല്ല ക്യാമ്പസായി മാറാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതായത് കുട്ടികൾ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ സ്ഥാപനം നല്ല രീതിയിൽ നടത്താതെ അറിയണമെങ്കിൽ നിങ്ങൾ അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. പഠനത്തിലൂടെ മാത്രമേ ഈ സ്ഥാപനത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അറിയാലോ, ഓൾറെഡി 5 ഇയേഴ്സിലെ പരീക്ഷകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാർച്ച് മാസം 28-ാം തീയതിയാണ് പരീക്ഷ. പരീക്ഷ ഡേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ യശസ്വിയാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിലും എല്ലാ പരിപാടികൾക്കും ഞാൻ എൻ്റെയും മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നന്ദി അർപ്പിച്ച് സംസാരിക്കാനായി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മാനന്തവാടിയിലെ കമ്പ്യൂട്ടർ വിഭാഗം HOD കരുണാകരൻ സാറിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു.
അധ്യക്ഷൻ ശ്രീ അവർ നമ്മളുടെ ബിൽഡിംഗ് ക്യാമ്പസിനോട് ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വിശിഷ്ടാതിഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധി, നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ ബിജു എൻ ജെ സാർ, ആശംസകൾ അർപ്പിച്ച ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജേസൺ പൂക്കുന്തല, മീനങ്ങാടി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ജോൺസൺ ജോസഫ്, മേപ്പാടി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ജവഹർലാൽ പി.എസ്, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, നമ്മളുടെ മാനന്തവാടി പോളിടെക്നിക്കിലെ ഒരു നല്ല ഒരു ദിവസമാണ് നമ്മളുടെ 2 ലൈബ്രറി ബ്ലോക്കും ലാബ് ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനവും അതേപോലെ തന്നെ ഏറ്റവും റോഡിൻ്റെ ഉദ്ഘാടനവും നടന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ വൈകിയ വേളയിൽ എന്നിൽ അത്ഭുതമായിട്ടുള്ള കാരണം ഈ നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മളുടെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച ശ്രീ ഗോഹാത്തിലുള്ള ആളുകളെ ഈ യോഗത്തിൽ വന്ന് നമ്മളോട് 1 മണിക്കൂറോളം സമയം ചെലവഴിക്കാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ഉള്ള പോളിടെക്നിക്കിൻ്റെയും വിദ്യാർത്ഥികളുടെയും PTA-യുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ പോളിടെക്നിക്കിലെ ലൈബ്രറി ബ്ലോക്ക്, ലാബ് ബ്ലോക്ക്, ഇന്റേണൽ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെയും നമ്മൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച നമ്മളുടെ ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ സുധാകരൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ ബിജു എൻ ജെ സാറിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ടാതിഥികളുടെയും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ പോളിടെക്നിക് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും മാതാപിതാക്കളും എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രോഗ്രാമുകളും ഉദ്ഘാടന പ്രോഗ്രാമിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. 1:30 തന്നെ നമ്മുടെ കൃഷി പ്രോഗ്രാമിൻ്റെ കലാപരിപാടികളിലൂടെ ആരംഭിക്കുമെന്ന് കുട്ടികളെ അറിയിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് 1:30 1:45 വെള്ളിയാഴ്ച ആയതുകൊണ്ട് 1:45 ആരംഭിക്കണം. എല്ലാ കുട്ടികളും ആ സമയത്ത് എത്തിച്ചേരണമെന്ന്. താങ്ക് യു. നന്ദന